നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സന്ധ്യ രാധാകൃഷ്ണൻ. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. വല്ലച്ചിറ സെന്റ് തോമസ് ദേവാലയത്തിലെ വിശുദ്ധ സെബാസ്ത്യനോസിന്റെ തിരുനാൾ ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം ചെയർപേഴ്സിയായി പ്രദീപ് നിർവഹിച്ചു. ശനിയാഴ്ച നടന്ന വിശുദ്ധ കുർബാന, കൂടുതുറക്കൽ, ലത്തീഞ്ഞ്, നൊവേന എന്നിവയ്ക്ക് ഫാദർ ടെറിൻ മുള്ളക്കര മുഖ്യ കാർമ്മികനായി. ആറാട്ടുപുഴ പൂരത്തോടനുബന്ധിച്ച് ചാത്തക്കുടം ശ്രീധർമ്മ ശാസ്താ ക്ഷേത്രത്തിലെ പൂരം പത്രിക പ്രകാശനം ചെയ്തു. തൃശൂർ ഇരിങ്ങാലക്കുട കൊടുങ്ങല്ലൂർ റൂട്ടിലെ സ്വകാര്യ ബസ് സമരം പിൻവലിച്ചു. പോലീസുമായി നടത്തിയ ചർച്ചയിലാണ് സമരം പിൻവലിച്ചത്. വാർത്തകൾ വിശദമായി. വല്ലച്ചിറ സെന്റ് തോമസ് ദേവാലയത്തിലെ വിശുദ്ധ സെബാസ്ത്യനോസിന്റെ തിരുനാൾ ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം ചെയർപേഴ്സിയായി പ്രദീപ് നിർവഹിച്ചു. ശനിയാഴ്ച നടന്ന വിശുദ്ധ കുർബാന, കൂടുതുറക്കൽ, ലത്തീഞ്ഞ്, നൊവേന എന്നിവയ്ക്ക് ഫാദർ ടെറിൻ മുള്ളക്കര മുഖ്യ കാർമ്മികനായി. വൈകിട്ട് യൂണിറ്റുകളിൽ നിന്നുള്ള അമ്പു പ്രദക്ഷിണവും ഉണ്ടായിരുന്നു. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ ലതീഞ്ഞ, വിശുദ്ധ കുർബാന, നൊവേന എന്നിവയുണ്ടാകും. രാവിലെ 10 ആഘോഷമായി തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ ജിയോമോൻ കല്ലേരി കാർമ്മികത്വം വഹിക്കും. ആൽബർട്ട് വാളൂരാൻ സഹകാർമ്മികനാകും. ഫാദർ ഡിക്റ്റോ കൂള സന്ദേശം നൽകും. വൈകിട്ട് 4:30 ലതീഞ്ഞ, വിശുദ്ധ കുർബാന, നൊവേന എന്നിവയ്ക്കു ശേഷം പ്രദക്ഷിണവും ഉണ്ടായിരിക്കും. 1443 ആറാട്ടുപുഴ പൂരത്തോടനുബന്ധിച്ച് ചാത്തക്കുടം ശ്രീധർമ്മ ശാസ്താ ക്ഷേത്രത്തിലെ പൂരം പത്രിക പ്രകാശനം ചെയ്തു. കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർമാരായ MP മുരളീധരൻ, പ്രേംരാജ് ചുണ്ടലാത്ത് എന്നിവർ ചേർന്ന് പുതുക്കാട് MLA KK രാമചന്ദ്രന് പത്രിക കൈമാറി പ്രകാശനം ചെയ്തു. ശാസ്താവിന്റെ വിവിധ പൂരച്ചടങ്ങുകളുടെ 30-ൽ പരം വർണ്ണചിത്രങ്ങളും എല്ലാ ചടങ്ങുകളുടെ തീയതിയും സമയക്രമവും പത്രികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പെരുവനം പ്രകാശന്മാരാർ ശാസ്താവിന്റെ 3 മേളങ്ങൾക്കും പ്രമാണം വഹിക്കും. കൊമ്പത്ത് അനിൽകുമാർ, മച്ചാട് മണികണ്ഠൻ, പള്ളിപ്പുറം ജയൻ, കലൂർ രഘു എന്നിവർ സഹപ്രമാണികളാകും. ചാത്തക്കുടം ഉത്സവാഘോഷ കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി C സുബിൻ, ദേവസ്വം ഓഫീസർ U അനിൽകുമാർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ദേവസ്വം കമ്മീഷണർ SR ഉദയകുമാർ, ഡെപ്യൂട്ടി കമ്മീഷണർ K സുനിൽകുമാർ കർത്ത, ഡെപ്യൂട്ടി സെക്രട്ടറി M മനോജ് കുമാർ, മേളപ്രമാണി പെരുവനം പ്രകാശന്മാരാർ, വല്ലച്ചിറ പഞ്ചായത്ത് പ്രസിഡന്റ് N മനോജ്, ക്ഷേത്രം തന്ത്രി തെക്കേടത്ത് പെരുമ്പടപ്പ് ദാമോദരൻ നമ്പൂതിരി, പെരുവനം സതീശന്മാരാർ, പെരുവനം ആറാട്ടുപുഴ സെൻട്രൽ കമ്മിറ്റി ഭാരവാഹികൾ, പെരുവനം ആറാട്ടുപുഴ ഹെറിറ്റേജ് കമ്മിറ്റി ഭാരവാഹികൾ, പൂരം കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികൾ, ഘടകക്ഷേത്ര ഭാരവാഹികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. തൃശൂർ ഇരിങ്ങാലക്കുട കൊടുങ്ങല്ലൂർ റൂട്ടിലെ സ്വകാര്യ ബസ് സമരം പിൻവലിച്ചു. പോലീസുമായി നടത്തിയ ചർച്ചയിലാണ് സമരം പിൻവലിച്ചത്. തൃശൂർ കൊടുങ്ങല്ലൂർ റോഡ് നിർമ്മാണത്തിനിടെ ഗതാഗത നിയന്ത്രണം തെറ്റിച്ചെത്തുന്ന വാഹനങ്ങൾ ഗതാഗതക്കുരുക്ക് സൃഷ്ടിക്കുന്നതിൽ അധികൃതർ നടപടി സ്വീകരിക്കാത്തതിനെ തുടർന്ന് തൃശൂർ ഇരിങ്ങാലക്കുട കൊടുങ്ങല്ലൂർ റൂട്ടിലെ സ്വകാര്യ ബസ്സുകൾ മിന്നൽ പണിമുടക്ക് നടത്തിയത്. മാപ്രാണം ബ്ലോക്ക് ജംഗ്ഷനിലും മറ്റ് ഡീവിയേഷനുള്ള ഇടങ്ങളിലും പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിക്കുമെന്നും കരുവന്നൂർ അഞ്ചോവ് പെട്രോൾ പമ്പിന് സമീപം കലുങ്ക് നിർമ്മാണം നടക്കുന്നിടത്തെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിനായി ചെറുവാഹനങ്ങൾക്ക് ഊരകം പല്ലിശ്ശേരി വഴി രാജാ കമ്പനി പരിസരത്തേക്ക് എത്തുന്ന വിധത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്താമെന്നും സ്റ്റുഡന്റ് പോലീസിനെ കൂടുതൽ സ്ഥലങ്ങളിൽ ഗതാഗത നിയന്ത്രണത്തിന് ഏർപ്പെടുത്തുമെന്നുള്ള ഉറപ്പിന്മേലാണ് സമരം സമവായത്തിലായത്. ഗ്ലോബൽ എഡ്യൂക്കേഷൻ അവാർഡ് നേട്ടത്തിൽ പഴുവിൽ ശ്രീ ഗോകുലം പബ്ലിക് സ്കൂൾ. ഇതോടെ അക്കാദമിക് ഹോളിസ്റ്റിക് വിഭാഗത്തിൽ അവാർഡിന് അർഹരായ കേരളത്തിലെ ഏക സ്കൂളായി പഴുവിൽ ശ്രീ ഗോകുലം മാറി. വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവകരമായ മുന്നേറ്റം സൃഷ്ടിച്ച പ്രയാണം തുടരുന്ന പഴുവിൽ ശ്രീ ഗോകുലം പബ്ലിക് സ്കൂളിന് അവാർഡ് നേട്ടം പൊൻതൂവലായി. വിദ്യാഭ്യാസ രംഗത്തെ സമഗ്ര വികസനവുമായി ബന്ധപ്പെട്ട് മികച്ച പ്രകടനം നടത്തുന്ന സ്കൂളുകൾക്കുള്ള ഗ്ലോബൽ എഡ്യൂക്കേഷന്റെ അവാർഡാണ് സ്കൂളിന് ലഭിച്ചത്. അക്കാഡമിക് ഹോളിസ്റ്റിക് വിഭാഗത്തിലുള്ള പുരസ്കാരം കേരളത്തിൽ ആദ്യമായി ലഭിക്കുന്നത് പഴുവിൽ ശ്രീ ഗോകുലത്തിനാണ്. ഫെബ്രുവരി 9 ദുബായിൽ നടക്കുന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ CBSE അക്കാഡമിക് വിദഗ്ധരുടെ സാന്നിധ്യത്തിൽ അവാർഡ് ഏറ്റുവാങ്ങും. മികച്ച സ്കൂളിനും മികച്ച പ്രിൻസിപ്പലിനുമുള്ള
FAP ദേശീയ അവാർഡും നേരത്തെ സ്കൂളിന് ലഭിച്ചിട്ടുണ്ട്. ന്യൂനപക്ഷ വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പുകൾ പകുതിയായി വെട്ടിക്കുറച്ച സംസ്ഥാന സർക്കാർ നടപടിക്കെതിരെ കത്തോലിക്ക കോൺഗ്രസ് തൃശൂർ അതിരൂപതാ സമിതി പ്രതിഷേധിച്ചു. പ്രതിഷേധം ഫാദർ വർഗീസ് കുത്തൂർ ഉദ്ഘാടനം ചെയ്തു. അതിരൂപതാ പ്രസിഡന്റ് ഡോക്ടർ ജോബി തോമസ് കാക്കശ്ശേരി അധ്യക്ഷത വഹിച്ചു. കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് ഡോക്ടർ KM ഫ്രാൻസിസ് മുഖ്യപ്രഭാഷണം നടത്തി. ഭാരവാഹികളായ KC ഡേവിസ്, റോണി അഗസ്റ്റിൻ, അഡ്വക്കേറ്റ് ബൈജു ജോസഫ്, ലീല വർഗീസ്, ആൻഡോ തൊറയൻ, മേഴ്സി ജോസ് എന്നിവർ സംസാരിച്ചു. ബ്രെയിൻ ട്യൂമർ ബാധിച്ച് ജീവിതത്തോട് മല്ലടിക്കുകയാണ് എഴുത്തുകാരനും നാടക നടനുമായ തൃശൂർ അരിമ്പൂർ സ്വദേശി റോബൻ. ചികിത്സയ്ക്കായി പണമില്ലാതെ നട്ടം തിരിയുന്നതിനിടെ തിരിച്ചടവ് മുടങ്ങിക്കിടക്കുന്നതിനാൽ താമസിക്കുന്ന വീട് ജപ്തി ഭീഷണിയിലുമാണ്. പ്രായമായ അമ്മയെയും ഭാര്യയെയും 2 പെൺമക്കളെയും സംരക്ഷിക്കാനായി മാർഗം കണ്ടെത്താനാകാതെ വിഷമിക്കുകയാണ് റോബൻ. മികച്ച നാടകരചനയ്ക്കുള്ള സംസ്ഥാന സർക്കാർ പുരസ്കാരം നേടിയ പരേതനായ അരിമ്പൂർ പാപ്പച്ചന്റെയും പ്രേമയുടെയും മകനാണ് 53-കാരനായ റോബൻ. വാർക്കപ്പണിക്ക് പോയായിരുന്നു കുടുംബം പുലർത്തിയിരുന്നത്. കവിതയും നാടകവുമായിരുന്നു റോബന്റെ ആത്മാവ്. 2 പതിറ്റാണ്ടോളം അമേച്വർ നാടകങ്ങളിൽ അഭിനയിക്കുകയും ചെയ്തു. നിരവധി അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും റോബനെ തേടിയെത്തി. കഴിഞ്ഞ മാസമാണ് റോബന്റെ ജീവിതം മാറിമറിയുന്നത്. തലയിൽ കണ്ടെത്തിയ മുഴയായിരുന്നു വില്ലൻ. തൃശൂർ മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനയിൽ ബ്രെയിൻ ട്യൂമറാണെന്ന് കണ്ടെത്തി. അസുഖം 4ാമത്തെ സ്റ്റേജിലേക്ക് കടന്നിരുന്നു. കൂട്ടുകാരും നാട്ടുകാരുമാണ് റോബന് സഹായവും പരിചരണവുമായി ഒപ്പം നിൽക്കുന്നത്. ചികിത്സയുടെ ഭാഗമായി തലയിൽ ഓപ്പറേഷനും നടത്തി. ഇനി കീമോ ആരംഭിക്കണം. വീട്ടിൽ വിശ്രമിക്കുന്ന റോബന് തന്റെ അസുഖത്തെക്കാളേറെ കുടുംബത്തിന്റെ വിഷമങ്ങൾ സഹിക്കാവുന്നതിലും അപ്പുറമാണ്. ഇവർ താമസിക്കുന്ന കൈപ്പിള്ളിയിലെ 3 സെന്റിലുള്ള വീട് ജപ്തി ഭീഷണിയിലുമാണ്. വർഷങ്ങൾക്ക് മുൻപെടുത്ത വായ്പ തിരിച്ചടവ് മുടങ്ങിയതെ തുടർന്ന് 7 ലക്ഷം രൂപ തിരിച്ചടയ്ക്കണം. റോബൻ കിടപ്പിലായതോടെ കുടുംബത്തിന്റെ വരുമാനവും നിലച്ചു. തുടർ ചികിത്സയ്ക്കുള്ള പണവും ജപ്തി ഭീഷണി മറികടക്കാനുള്ള പണവും എങ്ങനെ കണ്ടെത്തുമെന്ന ആശങ്കയിലാണ് കുടുംബം. റോബനെ സഹായിക്കാനായി മുരളി പെരുന്നെല്ലി MLA രക്ഷാധികാരിയായി സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റോബന്റെ പേരിൽ ആരംഭിച്ച 4391923286 എന്ന അക്കൗണ്ടിലേക്ക് സഹായങ്ങൾ അയക്കാവുന്നതാണ്. IFSC കോഡ് SBIN 0014682. കാറളത്ത് വീടിന്റെ പൂട്ട് പൊളിച്ച് മോഷണം. കാറളം ഗെയിൽ ഓഫീസിന് സമീപം താമസിക്കുന്ന പൊന്നാരി പ്രേമന്റെ വീട്ടിൽ നിന്നാണ് 10 പവനോളം തൂക്കം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയത്. കാറളം നന്ദിയിലെ ഗെയിൽസ് ഓഫീസിന് സമീപം താമസിക്കുന്ന പൊന്നാരി പ്രേമന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. പ്രേമന്റെ സഹോദരനെ ആശുപത്രിയിൽ കൊണ്ടുപോയി തിരികെ വന്നപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. പ്രേമന്റെ ഭാര്യ ജോലിക്കും മക്കൾ സ്കൂളിലും പോയതിനാൽ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. ആശുപത്രിയിൽ നിന്നും വന്നപ്പോൾ വീടിന്റെ മുൻവാതിലിന്റെ പൂട്ട് തകർത്ത നിലയിൽ കണ്ടതിനെ തുടർന്ന് നടന്ന പരിശോധനയിൽ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടതായി കണ്ടെത്തുകയായിരുന്നു. പിൻവശത്തെ വാതിൽ തുറന്നു കിടന്നിരുന്ന നിലയിലായിരുന്നു. മോഷ്ടാവ് ഇതുവഴിയാകാം രക്ഷപ്പെട്ടതെന്നാണ് കരുതുന്നത്. കാട്ടൂർ SHO ER ബൈജുവിന്റെ നേതൃത്വത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്ത് പരിശോധന നടത്തി. കൂടുതൽ വസ്തുക്കൾ മോഷണം പോയിട്ടുണ്ടോ എന്ന് പരിശോധിച്ചു വരികയാണ്. മതിലകത്ത് കഞ്ചാവുമായി യുവാവ് പിടിയിൽ. മതിലകം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മുള്ളൻ ബസാർ എരുമത്തുരുത്ത് അമ്പലത്തിനടുത്ത് താമസിക്കുന്ന കരുനാട്ട് വീട്ടിൽ 30 വയസ്സുള്ള വിഷ്ണുവാണ് പിടിയിലായത്. മതിലകം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മുള്ളൻ ബസാർ എരുമത്തുരുത്തി അമ്പലത്തിനടുത്ത് താമസിക്കുന്ന കരുനാട്ട് വീട്ടിൽ ശിവജിയുടെ മകൻ വിഷ്ണു എന്നയാൾക്ക് മയക്കുമരുന്ന് വിൽപ്പനയുണ്ടെന്നുള്ള രഹസ്യവിവരം കൊടുങ്ങല്ലൂർ ഡാൻസ് ഓഫ് ടീം അംഗങ്ങൾക്കും സ്പെഷ്യൽ ബ്രാഞ്ച് ഫീൽഡ് സ്റ്റാഫിനും ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തിയതിൽ നിന്നാണ് വിഷ്ണുവിൽ നിന്നും 9 ചെറിയ പാക്കറ്റുകളിലാക്കി സൂക്ഷിച്ചിരുന്ന 75 ഗ്രാമോളം കഞ്ചാവ് ഇയാൾ താമസിക്കുന്ന സ്ഥലത്തു നിന്നും പിടികൂടി. SI രമ്യ കാർത്തികേയന്റെ നേതൃത്വത്തിൽ പ്രൊബേഷൻ SI സഹദ്, ASI പ്രജീഷ്, ലിജു, SCPO ബിജു, ജമാൽ, നിഷാന്ത്, സ്പെഷ്യൽ ബ്രാഞ്ച് SI മുഹമ്മദ് അഷ്റഫ് എന്നിവരാണ് പ്രതിയെ പിടികൂടിയത്. ആധാർ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ പരിവാഹൻ സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യണമെന്ന മുന്നറിയിപ്പുമായി മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ്. പൊതുജനങ്ങൾക്ക് മോട്ടോർ വാഹന വകുപ്പിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ സേവനങ്ങളും മാർച്ച് 1 മുതൽ ആധാർ അധിഷ്ഠിതമാകും. ഇതിന്റെ ഭാഗമായി എല്ലാ വാഹന ഉടമകളും ആധാർ ലിങ്ക് ചെയ്ത് മൊബൈൽ നമ്പർ പരിവാഹൻ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യണമെന്നും മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു. അക്ഷയ ഇ-സേവ കേന്ദ്രങ്ങൾ വഴിയോ സ്വന്തമായോ ഇത് ചെയ്യാൻ കഴിയും. ഇത്തരത്തിൽ മൊബൈൽ അപ്ഡേറ്റ് ചെയ്യാൻ കഴിയാത്തവർക്കായി RTO എൻഫോഴ്സ്മെന്റ്, സബ് RTO ഓഫീസുകളിൽ
സ്പെഷ്യൽ കൗണ്ടർ ഫെബ്രുവരി 1 മുതൽ 28 വരെ പ്രവർത്തിക്കുമെന്നും ഗതാഗത കമ്മീഷണർ അറിയിച്ചു. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 7,745 രൂപ, പവന് 61,960 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. വല്ലച്ചിറ സെന്റ് തോമസ് ദേവാലയത്തിലെ വിശുദ്ധ സെബാസ്ത്യനോസിന്റെ തിരുനാൾ ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം ചെയർപേഴ്സിയായി പ്രദീപ് നിർവഹിച്ചു. ശനിയാഴ്ച നടന്ന വിശുദ്ധ കുർബാന, കൂടുതുറക്കൽ, ലത്തീഞ്ഞ്, നൊവേന എന്നിവയ്ക്ക് ഫാദർ ടെറിൻ മുള്ളക്കര മുഖ്യ കാർമ്മികനായി. 1443 ആറാട്ടുപുഴ പൂരത്തോടനുബന്ധിച്ച് ചാത്തക്കുടം ശ്രീധർമ്മ ശാസ്താ ക്ഷേത്രത്തിലെ പൂരം പത്രിക പ്രകാശനം ചെയ്തു. തൃശൂർ ഇരിങ്ങാലക്കുട കൊടുങ്ങല്ലൂർ റൂട്ടിലെ സ്വകാര്യ ബസ് സമരം പിൻവലിച്ചു. പോലീസുമായി നടത്തിയ ചർച്ചയിലാണ് സമരം പിൻവലിച്ചത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.